വിട്ട് കൂടുമാറ്റങ്ങൾ ഒട്ടനവധിയാണ് തദ്ദേശ പോരിലേക്ക് ഇറങ്ങുമ്പോൾ നടക്കുന്നത്. കൂടുതൽ കാമ്പുള്ള മരം ഏതാണോ അതിലേക്കാണ് എല്ലാവരും കൂടി ചേരൽ. അത്തരത്തിലിപ്പോൾ കൂടുതൽ കാമ്പുള്ള ചില്ല ഏതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാം, അത് കോൺഗ്രസ് തന്നെ. BJP-യിൽ നിന്നും CPM-ൽ നിന്നും മലവെള്ളപ്പാച്ചിൽ കല്ലും മണ്ണും ഉരുണ്ടുവരുന്നത് പോലെയാണ് നേതാക്കന്മാരുടെ വരവ്. പാർട്ടി തഴഞ്ഞവരും പാർട്ടിയുടെ തീരുമാനത്തിന് കൂടെ നിൽക്കാത്തവരും ഒക്കെ ഇറങ്ങിപ്പോകുന്നതിൽ ഇപ്പോൾ പതിവ് കാഴ്ചയായി. പക്ഷേ രണ്ട് വലിയ ഞെട്ടലിലാണ് CPM-നെ സംബന്ധിച്ചിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊന്ന് ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം പോലെ CPM സ്വരുക്കൂട്ടി വെക്കുന്ന നേതാക്കന്മാരൊക്കെ കളം വിട്ട് സുലാനം പറഞ്ഞ് ഒറ്റ പോക്കാണെന്നേ. കഴിഞ്ഞ ദിവസം CPM-ന് ഞെട്ടലുണ്ടാക്കിയത് തൃക്കാക്കരയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല എന്ന് പറയാനായി വരുന്നതെങ്കിൽ ഞെട്ടാൻ CPM-ന്റെ ജീവിതം ഇനിയും ബാക്കിയെന്നേ പറയാനുള്ളൂ. കാരണം കോൺഗ്രസിനെ കളി നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് തൃക്കാക്കര മണ്ഡലം, അവിടുത്തെ സ്ഥാനാർത്ഥിയെ കണ്ട ഞെട്ടാനുള്ള കാരണം എന്തെന്നാൽ CPM യുവ നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതാണ്. നഗരസഭയിലെ 15ാം ഡിവിഷനായ പാലച്ചുവട് വാർഡിലായിരുന്നു SFI മുൻ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ MS ശരത് കുമാറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ നൌഷാദ് പല്ലച്ചി സിറ്റിംഗ് വാർഡിൽ നിന്നും പിന്മാറിയിരുന്നു. പാലച്ചൂട് വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നൌഷാദ് പല്ലച്ചിയാണ് പരിഗണിച്ചിരുന്നത്. നഗരസഭയിൽ തുടർഭരണം കിട്ടിയാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിരുന്ന ആൾ കൂടിയാണ് നൌഷാദ്. എന്നാൽ ഇതിനിടയിലാണ് ഇദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പിന്മാറിയതും CPM നേതാവ് പകരക്കാരനായി മാറിയതും. MS ശരത് കുമാറിനെ CPM പാലച്ചൂട് വാർഡിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു കരുതിയിരുന്നെങ്കിലും ആശാവർക്കറായ മുംതാസ് ഷെരീഫിനെ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് കളം മാറ്റി ചവിട്ടാൻ പുള്ളി തീരുമാനിച്ചത്. അതോടെ കോൺഗ്രസ് അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തി. MS അജയ്കുമാറാണ് BJP സ്ഥാനാർത്ഥി. 2 ദിവസങ്ങൾക്ക് മുൻപ് CPM തർക്കം തൃക്കാക്കരെ പരിഹരിച്ച് ഒന്ന് നടുനിവർത്തിയില്ല. അപ്പോഴേക്കും വന്നു അടുത്തത്. നഗരസഭയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നേർക്കുനേർ മത്സരിക്കുമെന്ന സാഹചര്യം വരെ വന്നിട്ടും അതെങ്ങനെയൊക്കെയോ സമവായത്തിൽ എത്തിത്തീരുകയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്ന CPM-നെ കൂട്ടിച്ചേർത്തെന്ന് വെച്ചപ്പോഴാണ് അടുത്ത പണി കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് പണി തരാൻ ഞാൻ കുപ്പിയിൽ നിന്നും വന്ന ഭൂതമല്ല എന്നായിരിക്കും പറയുന്നതെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഞെട്ടൽ എന്താണെന്നല്ലേ? നോർത്ത് പറവൂർ കെടാമംഗലത്തെ SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ SFI നേതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിലാണ് അടുത്ത ഞെട്ടൽ. അത് സത്യത്തിൽ ആർഷോയ്ക്കാണ് ഞെട്ടലുണ്ടാക്കിയത്. കാരണം തന്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ മുഴുവൻ ചോർത്ത് നൽകിയും ജയിലിൽ കിടന്നും അവസാനം പ്രശാന്ത് ശിവന്റെ കയ്യിൽ നിന്നും അടിയും വാങ്ങിയിട്ടും തനിക്കെതിരെ പറഞ്ഞയാൾ സ്ഥാനാർത്ഥിയാക്കിയത് ചെറുതല്ലാത്ത ഞെട്ടലുണ്ടാകും. സാരമില്ല, ശീലമായിക്കോളും. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും വാരിക്കൂട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ CPM-നെ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നിങ്ങൾ തേഞ്ഞു മാഞ്ഞു പോകും.